ഇന്ന് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിച്ചു. പക്ഷെ കേസിൽ ആർക്കൊപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം എന്നേ പറയത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിത കടന്നുപോയ മാനസിക, ശാരീരിക, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്ന് കല്ലേറുകൾ, അതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു സ്ത്രീക്കും അങ്ങനെയൊന്നും സംഭവിക്കരുത് നമ്മൾ വിചാരിക്കുകയുള്ളൂ. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഈ അതിജീവിതം കടന്നു പോയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നിന്നും, അതായത് 8ാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. കൊള്ളാം. അതായത് നടിക്കെതിരെ ഒരു ഗൂഢാലോചനയും ഇതിൽ പറയുന്ന പ്രതി നടത്തിയിട്ടില്ല, 8ാം പ്രതി നടത്തിയിട്ടില്ല. അത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞാണ് ഈ വിധി കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. ദിലീപ് എന്ന വ്യക്തിയെ, അതായത് ഈ നടനെ, ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ കേസിൽ ഞാൻ എപ്പോഴും, എന്നെപ്പോലുള്ള സാധാരണ സ്ത്രീകൾ എപ്പോഴും നടിയുടെ കൂടെ നിൽക്കുകയുള്ളൂ. അതെ, കാരണം അവൾക്ക് ഇതുവരെയായിട്ടും അവൾക്ക് കിട്ടേണ്ട നീതി അവൾക്ക് കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ റേപ്പ് ചെയ്തവനേക്കാളും ഏറ്റവും വലിയ പ്രതി തന്നെയാണ് ഇത് ഗൂഢാലോചന നടത്തിയത്. അവൾക്കെതിരെ ഇതുപോലെ പെരുമാറണം എന്ന് തീരുമാനിച്ച ആള് അദ്ദേഹം തന്നെയാണ് ഏറ്റവും വലിയ പ്രതി, ഏറ്റവും വലിയ കുറ്റക്കാരൻ നമുക്ക് പറയാം. ബാക്കി എല്ലാവരും തന്നെ ഇതിൽ വെറും കരുക്കൾ മാത്രമാണ്, ഒരു ചതുരംഗത്തിലെ കരുക്കൾ പോലെ. സത്യം പറഞ്ഞാൽ, അതായത് മനസ്സിൽ നിന്ന് പറയുകയാണ്, സമ്പത്തും സ്വാധീനവും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എന്ത് നടക്കുമെന്ന് ഇതോടെ നമുക്ക് മനസ്സിലായി. അതുപോലെ സ്വാധീനം ചെലുത്താനും സമ്പത്തും ഉണ്ടെങ്കിൽ എന്തും നടക്കും. അതായത് ഈ പൾസർ സുനി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ 8ാം പ്രതിയും കൂടി ഉണ്ടെന്ന് പൾസർ സുനി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കൊട്ടേഷന്റെ ഭാഗമാണെന്നും ഇന്ന വ്യക്തിയുടെ കൊട്ടേഷൻ ആണെന്നും ഈ പൾസർ സുനി തന്നെയാണ് ഈ നടിയോട് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഇത് ഒരു മീഡിയാസ് ഉണ്ടാക്കിയ കാര്യമല്ല, പോലീസുകാരുണ്ടാക്കിയ വിധിയല്ല ഇതൊന്നും. ഇത് കൊട്ടേഷനാണെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ പൾസർ സുനിയും ബാക്കിയുള്ള മറ്റു പ്രതികളും തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും പറയുന്നു ഗൂഢാലോചനയ്ക്ക് തെളിവില്ല. എല്ലാവരും സംസാരിക്കുന്നുണ്ട് ദിലീപ് എന്ന വ്യക്തി ഈ 8-8.5 വർഷത്തിനുള്ളിൽ അനുഭവിച്ച ട്രാജഡിനെ പറ്റി. അതേപോലെ തന്നെ ഈ സ്ത്രീയും ഇവരും എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഇവർ അനുഭവിച്ചിട്ടല്ലേ, ശാരീരികപരമായും മാനസികപരമായും, അതുപോലെ തന്നെ ടോർച്ചറിങ്ങും, അങ്ങനെ എന്തുമാത്രം ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം തന്നെ ഓർക്കണം. എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും എത്ര ശക്തിയോടെ പറഞ്ഞാലും ഇത് വെറുതെ ഒരു ടീംസ് വന്നിട്ട് ഒരിക്കലും ചെയ്തില്ല. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് വൈരാഗ്യം തോന്നേണ്ട ശക്തമായൊരു റീസൺ അല്ലാതെ ആരും ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കത്തില്ല. ഇത് എത്ര തെളിവില്ല എന്നൊരു കാര്യത്തിൽ ഈ കേസ് തള്ളിക്കളഞ്ഞാൽ പോലും അത് നമ്മൾ ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യറിന്റെ തലയിലോട്ട് എല്ലാ കുറ്റങ്ങളും കൊണ്ട് ഇടാനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം. എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ട കേസാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അങ്ങനെ ഒരു ലീഗൽ ഡിഫൻസ് ആണ് കോടതിയിൽ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രതികളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്നുള്ളത് ഈ ട്രയലിലെ ലോകത്തിലെ ക്രിമിനൽ ട്രയലിന്റെ ചരിത്രത്തിൽ പ്രതികളുടെ ഫണ്ടമെന്റൽ, അതായത് ഈ അഡ്വക്കേറ്റ് പറയുന്നത് എന്താ, ഈ പ്രതികളെ കൂടി വെറുതെ വിടണം. അതായത് അപ്പൊ ഈ സ്ത്രീ അനുഭവിച്ചത് ഒന്നുമല്ല, നമ്മളെപ്പോലുള്ള സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നത് ഒന്നുമല്ല, ഈ പ്രതികളെ കൂടി വെറുതെ വിടണം. അതായത് ഇതിൽ അനുഭവിച്ചിരിക്കുന്ന പ്രതികളാണ്, ഇത്രയും ചൂഷണം അനുഭവിച്ചിരിക്കുന്നത് പ്രതികളാണെന്നാണ് പറയുന്നത്. ഇതിലും ഭേദം താങ്കൾക്ക് ഇങ്ങനൊരു കേസ് നടന്നിട്ടേ ഇല്ലെന്ന് പറയാൻ പാടില്ലായിരുന്നോ? അതായിരുന്നല്ലോ ഇതിന് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയായിരുന്നല്ലോ. ഇത്രയും, അതായത് ആ സ്ത്രീയെ ഒരുപാട് അങ്ങ് താഴ്ത്തി കെട്ടി സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. ആ സ്ത്രീയെ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ചോറ് കഴിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാവും, സ്ത്രീകളെന്നല്ല എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ഇതില് ആരാണ് പ്രതി എന്നുള്ള കാര്യം. മനുഷ്യന്റെ മുൻപിൽ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെങ്കിലും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാലത്തിന്റെ മുൻപിൽ ഈ പെൺകുട്ടിക്ക് എന്തൊക്കെ വന്നാലും നീതി കിട്ടിയിരിക്കും.